لكن لنا فيه ظن لا يخيبنا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സ്സലാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓ ക്ലിയർ ആണ്, വോയിസ് ക്ലിയർ ആണ്. ഓക്കെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നമ്മളപ്പം ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഭ്രൂണശാസ്ത്രം അഥവാ എംബ്രിയോളജി എങ്ങനെ ഖുർആനിൽ അല്ലാഹു തആല നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം എംബ്രിയോളജി ആൻഡ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. യഥാർത്ഥത്തില് ഒരുപാട് സയൻസിന്റെ ഒരുപാട് മേഖലകൾ ഖുർആനിൽ അള്ളാഹ് കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഖുർആൻ ഒരു ശാസ്ത്ര പുസ്തകമല്ല. ഖുർആൻ ഇറങ്ങിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യർക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ട് എന്തൊക്കെ ഈ കാര്യങ്ങൾ എന്തൊക്കെ ഈ ലോകത്ത് നമ്മൾ പ്രവർത്തിക്കണം, നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയായിരിക്കണം, പരലോക വിജയത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയത്. ആ ഖുർആൻ ഇറക്കിയ ഒരു മാസം കൂടിയാണത്. അതുകൊണ്ട് ഖുർആനുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനും ഖുർആൻ പഠിക്കാനും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ട ഒരു മാസം കൂടിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ എംബ്രിയോളജി എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഇതൊരു ക്ലാസ് രൂപത്തിലല്ല, ഇതിന്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പം തുടക്കത്തില് ഖുർആനില് സൂറത്തുൽ മുഅ്മിനൂനില് 12, 13, 14 ആയത്തുകൾ അതൊന്ന് ഓതിക്കേൾക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ഇതാണ് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എംബ്രിയോളജിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം വിശദീകരിച്ച് ഖുർആൻ എങ്ങനെയാണ് ഒരു മനുഷ്യൻ രൂപപ്പെടുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ഒരു രൂപഘടന ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അതിൽ അല്ലാഹ് പറയാണ് വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. ഇതിന് പല ആൾക്കാരും അർത്ഥം വെച്ചത് മനുഷ്യനെ നാം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കേട്ടോ. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നത്. ആയത്ത് വളരെ വ്യക്തമാണ്. വലഖദ് ഖലഖ്ന, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, അൽ ഇൻസാന മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ സുലാലത്തിൻ മിൻ തീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണിന്റെ സത്ത്. അതെന്തായിരിക്കും? ആധുനിക ശാസ്ത്രം നമ്മൾ കളിമണ്ണ് കൊണ്ട് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആൾക്കാർ കളിയാക്കും. ഇതെന്താണ്, കളിമണ്ണെന്നാണ് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? അങ്ങനെയല്ല, കളിമണ്ണിന്റെ സത്തിൽ നിന്നാണ്. കളിമണ്ണിനെ നമ്മളിങ്ങനെ വിഘടിച്ച് അതിന്റെ ഏറ്റവും ഇലക്ട്രോണിക് ഫോമിലേക്ക് പോകണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന് പറയുന്ന മൂലകങ്ങൾ, ആറ്റങ്ങൾ, അതിനേക്കാളും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ എന്ന് പറയുന്ന വളരെ വളരെ ചെറിയ ചെറിയ കണികകളിൽ നിന്ന് അപ്പം മനുഷ്യന്റെ ഒരു കോശം എടുത്തു കഴിഞ്ഞാലും ഇത് തന്നെയാണ് അതിന്റെ ബേസ്. അതിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന മൂലകങ്ങളും അതുപോലെ തന്നെ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഒക്കെ തന്നെയാണ്. അപ്പൊ അതാണ് പറയുന്നത്, കളിമണ്ണല്ല, കളിമണ്ണിന്റെ സത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് തൊട്ട് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് തുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ. എന്നിട്ട് അതിനൊരു ബീജമായിക്കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു. അത് എവിടെയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവച്ചിട്ടുള്ളത്? അതെ, അതൊരു പെണ്ണിന്റെ ഗർഭാശയത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നിക്ഷേപിക്കുകയാണ്. അവന്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ബീജകണമായി ആ ബീജകണം മനുഷ്യന്റെ ശരീരത്തിലേക്ക്, ആ ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ശരീരത്തിലുള്ള അണ്ഡവുമായി കൂടിച്ചേർന്ന് സൈഗോട്ട് എന്ന് പറയുന്ന മനുഷ്യന്റെ ആദ്യത്തെ കോശം രൂപപ്പെടുകയാണ്. അപ്പം ഇതിന്റെ പകുതി എന്ന് പറയുന്നത് ഈ കോശങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ ചെറിയ ഭാഗങ്ങൾ, ക്രോമസോമുകൾ. അപ്പം മൊത്തത്തിൽ ഒരു മനുഷ്യന്റെ ഒരു കോശം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 46 ക്രോമസോമുകൾ ഉണ്ടെന്നാണ്.
ഈ 46 ക്രോമസോം 23 എന്ന് പറയുന്നത് ആണിന്റെ സംഭാവനയാണ്. ബാക്കി 23 പെണ്ണിന്റെ സംഭാവന. ഈ രണ്ടും കൂടെ ചേർന്നിട്ടാണ് ആണിൽ നിന്നും പെണ്ണിൽ നിന്നും പുതിയൊരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്ക് സൃഷ്ടിക്കുകയാണ്. അപ്പം ആദ്യത്തെ കോശം എന്ന് പറയുന്നത് എന്താണ്? സൈഗോട്ട് എന്ന് പറയുന്ന ആദ്യത്തെ കോശം. ഇത് രൂപപ്പെടുന്നത് ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ട്യൂബിലാണ്. ഒരു ട്യൂബിനകത്ത് ഇത് അതിനെ നമ്മൾ ഫലോപ്പിയൻ ട്യൂബ് എന്നൊക്കെ പറയും. ആ ട്യൂബിനകത്ത് വെച്ചിട്ടാണ് ആദ്യത്തെ കോശം രൂപപ്പെടുന്നത്. അവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. നമ്മളൊരു വിത്ത് നടുകയാണെങ്കിൽ അത് മുളച്ച് പൊന്തുന്നില്ലേ, അതേപോലത്തെ ഒരു പ്രോസസ്സ്. അങ്ങനെ ആദ്യത്തെ മനുഷ്യന്റെ കോശം അവിടെ മുളച്ചു പൊന്താണ്. അതിലാണ് സൈഗോട്ട് എന്ന് പറയുന്ന കോശം. ഈ സൈഗോട്ട് എന്ന് പറയുന്ന കോശം വിഘടിച്ച് മോറുല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് വരും. ആ മോറുല എന്ന് പറയുന്ന സ്റ്റേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് മോറുല എന്ന് പറയുന്ന സ്റ്റേറ്റ്. ഒരു മൾബറിയുടെ ഒക്കെ ഷേപ്പിലുള്ള കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും മോറുല. ഇതിന് 16 കോശങ്ങൾ ഉണ്ടെന്നാണ് മോറുല. അപ്പൊ വിഘടിച്ച് 16 കോശങ്ങളാകുമ്പോൾ ആ സ്റ്റേജിന് പറയുന്ന പേരാണ് മോറുല. ഇനി ഇതൊക്കെ മനുഷ്യൻ പഠിച്ചത് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും എന്നറിയുന്നത്? ഈ കാര്യങ്ങളൊക്കെ മനുഷ്യൻ പഠിച്ചത് ആദ്യത്തെ ഫാദർ ഓഫ് എംബ്രിയോളജി, ഭ്രൂണശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ഏൺസ്റ്റ് വോൺ ബെയർ. നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന വ്യക്തിയാണ്. അദ്ദേഹം ജനിച്ചത് 1792 1876 മരണപ്പെടുകയും ചെയ്തു. അപ്പൊ ഈ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണ് എംബ്രിയോളജി അഥവാ ഭ്രൂണശാസ്ത്രത്തിന്റെ ആദ്യ ബാലപാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന വ്യക്തി. ഇതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്ത് ജീവിച്ചത് ഏത് വർഷത്തിലാ? ക്രിസ്താബ്ദം 576 അല്ലെ? അതല്ലേ റസൂലുള്ള ജനിക്കുന്നത്? 570. അതെന്ന് വെച്ചാൽ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതി തന്ന ആയത്തുകളാണ് ഇതൊക്കെ. അത് മനുഷ്യൻ കണ്ടെത്തുന്നത് ഈ ഒരു കാലഘട്ടത്തില്. അപ്പം ഫാദർ ഓഫ് എംബ്രിയോളജി എന്ന് പറയുന്ന വ്യക്തിയാണ് കാൾ ഏൺസ്റ്റ് വോൺ ബെയർ. അദ്ദേഹം ജനിച്ച് പിന്നെ ഫാദർ ഓഫ് എംബ്രിയോളജി ഇൻ ഇന്ത്യയിൽ ആദ്യമായി ഭ്രൂണശാസ്ത്രത്തിന്റെ ഗവേഷണമൊക്കെ നടത്തുന്ന വ്യക്തിയാണ് പഞ്ചാനൻ മഹേശ്വരി. ഇദ്ദേഹം ജനിച്ചത് 1904 1904 ഇദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം മരണപ്പെടുന്ന 1966 അപ്പം ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം എംബ്രിയോളജിനെ കുറിച്ച് പഠനം നടത്തുന്നത്. അപ്പം ഇവരൊക്കെ എംബ്രിയോളജിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഫസ്റ്റ് കോശമായിട്ട് പരിചയപ്പെടുത്തുന്നതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതാണ് സ്പേം. ആണിന്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന സ്പേം എന്ന് പറയുന്ന ബീജം, പുരുഷീജം, പുംബീജം എന്ന് പറയും. അത് രൂപപ്പെടുന്നത് ആണിന്റെ ശരീരത്തിൽ വെച്ചാണ്. ഇങ്ങനെ രൂപപ്പെടുന്നത് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഒരു ബോൾ പോലത്തെ സ്ട്രക്ചർ, അതാണ് ഓവം. ഈ ഓവമായി കൂടി ചേർന്ന് ആദ്യത്തെ സൈഗോട്ട് ഉണ്ടായി. ആ സൈഗോട്ട് വിഘടിച്ച് 16 കോശങ്ങളായി. അതിനെ പറയുന്ന പേരാണ് മോറുല. ഇനി ഈ ആയത്തിലൊക്കെ നിങ്ങൾക്ക് ഞാൻ ആദ്യം ഓതി വെച്ച ആ ആയത്തൊന്നുകൂടെ പരിശോധിക്കാം. അതിനകത്ത് ഈ 2 ആയത്തുകൾ ഞാൻ ഓതി. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ ത്വീൻ, കളിമണ്ണിന്റെ സത്തിൽ നിന്നും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. അതിനുശേഷം അല്ലാഹു പറയണം സുമ്മ ജഅൽനാഹു നുത്ഫതൻ, അതിനെ ഒരു ബീജമാക്കിക്കൊണ്ട് അവനെ നാം ഫീ ഖറാരിൻ മക്കീൻ, ഒരു ഭദ്രമായ സ്ഥാനത്ത് വെച്ചു. ഇനിയാണ് ഖുർആനില് ഓരോ സ്റ്റേജിനെ കുറിച്ച്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ രൂപപ്പെടുന്നത് എന്നുള്ളതിനെ കൃത്യമായി വരച്ചു കാട്ടുന്ന ഒരായത്താണിത്. സുമ്മ ഖലഖനൻ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദ്ഗതൻ ഫഖലഖനൽ മുദ്ഗത ഇളാമ ഫകസൗനൽ ഇളാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇതാണ് മനുഷ്യന്റെ കൃത്യമായ രൂപം. അല്ലാഹു തആല പറയാണ് സുമ്മ ഖലഖനൻ നുത്ഫത, ഈ ബീജഗണത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല അലഖത്താക്കി മാറ്റി, രക്തപിണ്ഡമാക്കി മാറ്റി. അലഖത്ത് തന്നെ രക്തപിണ്ഡം. ഇതിനെ കൃത്യമായി ഈ അലഖത്തിന് 3 വിശദീകരണങ്ങളാണ് അറബി പണ്ഡിതന്മാര് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതില് ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് നീരട്ടയെ പോലെ. നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാൻ പറ്റും. അതിൽ ആദ്യത്തെ എംബ്രിയോന്റെ 24 മുതൽ 25ാമത്തെ ദിവസം വരെ ആവുമ്പോൾ എംബ്രിയോയുടെ അഥവാ ഭ്രൂണത്തിന്റെ ആദ്യത്തെ രൂപം അതൊരു അട്ടയെ പോലെയാണെന്നാണ്. അപ്പം കൃത്യമായി നമ്മൾ കാണുന്ന 2ാമത്തെ പിക്ചറിൽ അട്ടേന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ അട്ടയുടെ അതേ രൂപത്തിലാണ് മനുഷ്യന്റെ ആദ്യത്തെ സ്ട്രക്ചർ. ഇത് ആർക്കേ പറയാൻ പറ്റുള്ളൂ? ഈ സൃഷ്ടിച്ച റബ്ബിന് മാത്രമാണ് ഈ സ്ട്രക്ചർ, ഈ ഘടന ആരാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ച രക്ഷിതാവിന് മാത്രമേ ഇത്ര കൃത്യമായിട്ട് ഇതിന്റെ സ്ട്രക്ചർ പറയാൻ പറ്റൂ. ഇത് കണ്ണുകൊണ്ട് കാണാൻ വളരെ ബുദ്ധിമുട്ടുള്ള വളരെ ചെറിയൊരു സ്ട്രക്ചറാണ് ഈ പറയുന്ന എംബ്രിയോന്റെ ആദ്യത്തെ സ്റ്റേജ് ഒക്കെ. അപ്പം ഇത് ആർക്കേ പറയാൻ പറ്റുള്ളൂ? ഇത് ആരാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ച ജഗന്നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വതആലക്ക് മാത്രമേ ഇത് കൃത്യമായിട്ട് ഇതിന്റെ സ്ട്രക്ചർ പറയാൻ പറ്റുള്ളൂ. അപ്പം ആദ്യത്തെ സ്റ്റേജിലെ അലക്കക്ക് ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് നീരട്ടയെ പോലുള്ളത്, ഒരു അട്ടയുടെ ഷേപ്പ് ഉള്ളത്. അതാണ് അലക്കയുടെ ആദ്യത്തെ അർത്ഥം. ഇനി അലക്കക്ക് മറ്റൊരു അർത്ഥം കൂടി ഉണ്ട്.
അതെന്താന്ന് വെച്ചാൽ അത് ഒന്നും കൂടെ വിശദീകരിച്ച് പറഞ്ഞുതരാം. ലീച്ച് അഥവാ അട്ടേന്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ അട്ടേന്റെ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പിക്ചർ എന്ന് പറയുന്നത് ആദ്യത്തെ ഭാഗം ഒരു എംബ്രിയോന്റെ ഒരു അറ്റമാണ്. രണ്ടാമത്തെ സൈഡിൽ കാണുന്നത് ഒരു അട്ടയുടെ ശരീരത്തിന്റെ ഒരു അറ്റാണ്. അപ്പൊ അത് ഭക്ഷണം കഴിക്കുന്ന ഒരു ഭാഗം, അതുപോലെ തന്നെ വിസർജിക്കുന്നതും അതേ സ്ഥലത്ത് കൂടെ. അപ്പം ആ ഭാഗമാണ് രണ്ടാമത് കാണിച്ചത്. ഇത് രണ്ടും ഒരുപോലെയുള്ള സ്ട്രക്ചറാണ്. അപ്പം അത് അള്ളാഹു താല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ കൃത്യമായി അതിനെ വിവരിച്ചു കാണിച്ചു. അപ്പൊ ഒന്നാമത്തെ അർത്ഥം ഇവിടെ വ്യക്തമാണ്, ഒരു നീരട്ടയെ പോലുള്ളത്. അതാണ് അലക്കയുടെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് രക്തം ഊറ്റി കുടിക്കുന്നത്. അമ്മയുടെ ശരീരത്തിൽ വെച്ച് കൊറിയോണിക് വില്ല എന്ന് പറയുന്ന സ്ട്രക്ചർ, അത് പ്ലാസന്റ എന്ന് പറയുന്ന മറുപിള്ള, അഥവാ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന ഭാഗമാണ് മറുപിള്ള. ഈ മറുപിള്ളക്കകത്ത് രക്തക്കുഴലുകൾ, ഈ രക്തക്കുഴലുകൾ അമ്മയുടെ ശരീരത്തിലേക്ക് ഇറങ്ങി കൊറിയോണിക് വില്ല എന്ന് പറയുന്ന സ്ട്രക്ചർ അമ്മയുടെ ശരീരത്തിന്റെ രക്തത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള ലവണങ്ങളും അതുപോലെ അമ്മ കഴിക്കുന്ന ഭക്ഷണങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇറങ്ങി ഊറ്റി കുടിക്കുക, അതുപോലെ രക്തം ഊറ്റി കുടിക്കുക, അങ്ങനെയുള്ള ഒരു അർത്ഥമാണ് അലക്ക എന്ന് പറയുന്ന പദത്തിന് മറ്റൊരർത്ഥമായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് കൃത്യമായി കൊറിയോണിക് വില്ലയുടെ സ്ട്രക്ചർ വിശദീകരിക്കുന്നു. മറ്റൊരർത്ഥം എന്ന് പറയുന്നത് അള്ളിപ്പിടിച്ചിരിക്കുന്നത്, അഥവാ ഒരു ഭ്രൂണം അഥവാ എംബ്രിയോ ആദ്യത്തെ സ്റ്റേജിൽ അമ്മയുടെ ഗർഭാശയത്തില് എൻഡോമെട്രിയം, മയോമെട്രിയം, പെരിമെട്രിയം എന്ന് പറയുന്ന സ്ട്രക്ചർ, അഥവാ ഗർഭപാത്രത്തിന്റെ അറകളില്, ഗർഭപാത്രത്തിന്റെ വാളില് ഒട്ടിപ്പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന സ്ട്രക്ചർ. ഈ മൂന്നർത്ഥമാണ്. അപ്പൊ ഒന്നാമത്തെ അർത്ഥം നീരട്ടയെ പോലുള്ളത്, രണ്ടാമത്തത് രക്തമൂറ്റി കുടിക്കുന്നത്, മൂന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് അർത്ഥവും കൂടെ ഒറ്റൊരു വാക്കിൽ അല്ലാഹു തആല വിശദീകരിച്ചു തരാണ്. ഇനി അടുത്തത്, ഈ അലക്ക എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ, ആ ഘടന പിന്നീട് എന്തായി മാറും? ഫഖലഖ്നൽ അലഖത മുദ്ഗതൻ ഫഖലഖ്നൽ മുദ്ഗത ഇളാമ. അപ്പൊ മുളുകത്താക്കി മാറ്റും എന്ന് പറഞ്ഞാൽ, മുളുകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചവച്ചരച്ച മാംസം ഉണ്ടല്ലോ, അതുപോലുള്ള ഒരു സ്ട്രക്ചറിനാണ് മുളുകത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മാംസം നമ്മൾ ചവച്ചരച്ചിട്ട് തുപ്പിക്കഴിഞ്ഞാൽ അതിന്റെ മുകളില് പല്ലിന്റെ അടയാളങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. സോമൈറ്റ്സ് എന്ന് പറയുന്ന സ്ട്രക്ചറാണത്. അത് എംബ്രിയോന്റെ ആദ്യത്തെ സ്റ്റേജ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുറം ഭാഗത്ത് നട്ടെല്ലുകളൊക്കെ രൂപപ്പെടുന്ന ഒരു ഭാഗത്ത് ഈ പല്ല് കൊണ്ട് കടിച്ച പോലത്തെ ഒരു പാട് കാണാൻ പറ്റുന്നത്. കൃത്യമായി ആ സ്ട്രക്ചർ അല്ലാഹു സുബ്ഹാനഹു വ തആല, അതാണ് മുളുകത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഖലഖ്നൽ മുളുകത ഇളാമ, എന്നിട്ട് ആ മുളുകത്തിനെ ഇളാമാക്കി മാറ്റി. അളുമ് എന്ന് പറഞ്ഞാൽ എല്ല്, അപ്പൊ എല്ലുകളാക്കി മാറ്റി. അപ്പൊ ആദ്യം ഫോം ചെയ്യുന്നത് എല്ലുകളാണ്. എന്നിട്ട് ഈ എല്ലിനെ ഫകസൗനൽ ഇളാമ ലഹ്മ, എന്നിട്ട് ആ എല്ലുകളെ അല്ലാഹു തആല മാംസം കൊണ്ട് പൊതിഞ്ഞു. തുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, പിന്നീട് അതിനെ ഒരു പുതിയ സൃഷ്ടിയായി അള്ളാഹു പുറത്തുകൊണ്ടുവരാണ്. അപ്പം കൃത്യമായി ഓരോ സ്റ്റേജുകളും അള്ളാഹു തആല പറയും. ഇതൊക്കെ മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള, കാണാൻ വളരെ ബുദ്ധിമുട്ടുള്ള ചെറിയ ചെറിയ സ്ട്രക്ചറുകളാണ്. അപ്പം ഈ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് എവിടെയാണ്? ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ഗർഭാശയത്തിന്റെ ആ ഭിത്തിയിലാണ്. അപ്പൊ ആ ഗർഭാശയത്തിന്റെ ഭിത്തി പുറമേ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റില്ല. ഒരു CT സ്കാനോ MRI കൊണ്ടോ കാണാൻ പറ്റാത്ത അത്രയും ചെറിയ സ്ട്രക്ചർ. ആ സ്ട്രക്ചർ അല്ലാഹു തആല വളരെ വളരെ വ്യക്തമായിക്കൊണ്ട് ഇത് വിശദീകരിച്ചു തരാണ്. അപ്പൊ ഇത് ആർക്കേ പറ്റൂ? ഇതാരാണോ സൃഷ്ടിച്ചത്, ആ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല. അപ്പം എന്തുകൊണ്ടാണ് ഖുർആൻ അത്രയും സയൻസ്, ശാസ്ത്രം മനുഷ്യന് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ, ഈ ശാസ്ത്രം കൃത്യമായി നമ്മൾ പഠിക്കുന്നതിനേക്കാളും എത്രയോ മുമ്പ് നിരക്ഷരനായ അള്ളാഹുവിന്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം പഠിപ്പും വിവരമൊന്നും ഇല്ലാത്തൊരു വ്യക്തി അല്ലേ? അങ്ങനല്ലേ? അതുകൊണ്ടാണ് അള്ളാന്റെ റസൂലിന് അള്ളാഹു തആല വിചാരിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിനെ എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കാമായിരുന്നു. ഒരു സയന്റിസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇറക്കിക്കൂടെ ഈ ലോകത്ത്? വലിയൊരു ശാസ്ത്രജ്ഞനായ ഒരു വ്യക്തിയെ പ്രവാചകനാക്കി മാറ്റാമായിരുന്നില്ലേ അള്ളാഹ്ക്ക്? പക്ഷെ അള്ളാഹു തആല എഴുത്തും വായനയും അറിയാത്ത അള്ളാഹുവിന്റെ റസൂല്, അപ്പം ഒരു ദിവസം എഴുത്തും വായനയും അറിയാത്ത റസൂൽ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോ ഇത് ആരെ പറഞ്ഞു കൊടുക്കേണ്ടത്? റസൂലുള്ളാഹിക്ക്. ആരും പറഞ്ഞു കൊടുക്കാതെ ഈ ഭ്രൂണശാസ്ത്രം ഇത്രത്തോളം കൃത്യമായി റസൂലുള്ളാഹിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് പറഞ്ഞു കൊടുത്ത ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ വിശ്വസിക്കാൻ, ആ ശക്തിയെ മനസ്സിലാക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഖുർആനിൽ പറയുന്നത്. ഇപ്പം ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് കേവലം ഒരു എംബ്രിയോളജി മാത്രമാണ്, ഒരു ഭ്രൂണശാസ്ത്രം മാത്രമാണ്. പക്ഷെ ഖുർആൻ ഡീൽ ചെയ്യുന്നത് എംബ്രിയോളജി മാത്രമല്ല,
ഒത്തിരി മേഖലകൾ, ഒരുപാട് മേഖലകൾ, സയൻസിന്റെ മേഖലകൾ, വാനശാസ്ത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഒരുപാട് മേഖലകൾ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കാണാം, മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് 3 അറകളിലാണെന്ന് പറയുന്നുണ്ട്. ആ 3 അറകളാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്ന സ്ക്രീനിൽ. ആംനിയോൺ, കൊറിയോൺ, അലൻഡോയിസ്. കൊറിയോൺ എന്ന് പറയുന്നത് മുഴുവനും ചുറ്റിയിട്ടുള്ള ഒരു സാക്കാണ്. ആംനിയോൺ എന്ന് പറയുന്നത് മറ്റൊരു സാക്ക്, അതുപോലെ തന്നെ അലൻഡോയിസ് എന്ന് പറയുന്ന മറ്റൊരു സാക്ക്. അങ്ങനെ 3 ഇരുട്ടറകൾ. ഇതാണ് ആയത്ത്, സൂറത്ത് സുമറിലുള്ള ഒരു ആയത്താണ്. സൂറത്ത് സുമറിലുള്ള ആയത്ത്, ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാത്തിൻ സലാസ്. നിങ്ങളെ 3 ഇരുട്ടറകളിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. ആ 3 ഇരുട്ടറകൾ എന്ന് പറയുന്നത് ഇതാണ്. ആംനിയോൺ, കൊറിയോൺ, അലൻഡോയിസ് എന്ന് പറയുന്ന 3 അറകൾ. 2 അഭിപ്രായമുണ്ട്. അതിൽ ഒന്നാമത്തെ ഇതാണ്, ആംനിയോൺ, കൊറിയോൺ, അലൻഡോയിസ്. അതെല്ലാം ഇത് ഗർഭാശയത്തിന്റെ 3 ഭിത്തികളാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്ന വിഭാഗമുണ്ട്. അതിനകത്ത് എൻഡോമെട്രിയം, മയോമെട്രിയം, പെരിമെട്രിയം, ഇങ്ങനെ 3 ഭിത്തികളാണ്. ഇത് ചേർന്നിട്ടാണ് ഒരു ഗർഭാശയം രൂപപ്പെടുന്നത്. അപ്പൊ അത് 3 അറകൾ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത് ഇതാണ്, ആംനിയോൺ, കൊറിയോൺ, അലൻഡോയിസ്. അപ്പം ഈ 3 ഇരുട്ടറകള്, 3 ബ്ലൈൻഡ് സാക്ക്, ഇതൊക്കെ ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ അള്ളാഹു തആല പറയുമ്പോൾ അത് അത്രയും എന്താ അതിന്റെ സൃഷ്ടാവാൻ മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. അപ്പം നമ്മൾ സംസാരിച്ചിട്ടുള്ളത് മനുഷ്യന്റെ ആദ്യത്തെ സ്റ്റേജ് മാത്രമാണ് കേട്ടോ. പക്ഷെ ഇതിനകത്ത് വേറെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇത്ര കുറഞ്ഞ സമയം ആയതുകൊണ്ടാണ് അത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞത്. അതിനുശേഷം മനുഷ്യന്റെ ഡെവലപ്മെന്റ്, ഓർഗനോജനസിസ്, ക്ലീവേജ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരുപാട് സമയം എടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമുക്ക് ഖുർആന്റെ ആധികാരികത പറയുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ പറയാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്.